അസിസ്റ്റൻറ്റ് ഡ്രഗ് കൺട്രോളർ പോലുള്ള പുതിയ UPSC ഫാർമ വാക്കൻസികൾ വന്നിട്ടുണ്ട്. ഫാർമസി റിലേറ്റഡ് അപ്ഡേറ്റ്സിനായി സ്റ്റേ ട്യൂൺ വിത്ത് ഫാർമ കിഡ് ബൈ അഞ്ജന. 2 അഡ്വർടൈസ്മെൻറ്റ്സിലായിട്ടാണ് വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് 09/2025 CDSCO ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ അണ്ടറിൽ 22 വാക്കൻസീസാണ് അസിസ്റ്റൻറ്റ് ഡ്രഗ് കൺട്രോളറിന് ഇൻ മെഡിക്കൽ ഡിവൈസസ് വന്നിരിക്കുന്നത്. റിസർവേഷൻ URന് 10, EWSന് 2, OBCക്ക് 6, SCക്ക് 3, STക്ക് 1, PWBDക്ക് 1. പേ സ്കെയിൽ വന്നിരിക്കുന്നത് 11th ലെവൽ ആസ് പെർ 7th CPC ആണ്. ഏജ് വന്നിരിക്കുന്നത് URന് അല്ലെങ്കിൽ EWSന് 40 വയസ്സ്, OBCക്ക് 43 വയസ്സ്, SC ആൻഡ് STക്ക് 45 വയസ്സ്, ആൻഡ് PWBDSന് 50 വയസ്സ് വരെയുള്ളവർക്ക് അയക്കാനായിട്ട് കഴിയുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി ഇൻ ഫാർമസി അല്ലെങ്കിൽ MPharm മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫാർമസി ഉള്ളവർക്ക് ഇത് അയക്കാനായിട്ട് കഴിയുന്നതാണ്. BPharm ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് 6 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഇൻ മാനുഫാക്ചറിങ് ഓർ ടെസ്റ്റിംഗ് ഓർ റെഗുലേഷൻ ഓർ ഡിസൈനിങ് ഓഫ് മെഡിക്കൽ ഡിവൈസസും, MPharm ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ മാനുഫാക്ചറിങ് ഓർ ടെസ്റ്റിംഗ് ഓർ റെഗുലേഷൻ ഓർ ഡിസൈനിങ് ഓഫ് മെഡിക്കൽ ഡിവൈസസും ഉണ്ടായിരിക്കണം. ഈ അഡ്വർടൈസ്മെൻറ്റിൽ തന്നെ വരുന്ന അടുത്തൊരു വാക്കൻസി നമുക്ക് നോക്കാം. ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ഇൻ സെൻട്രൽ ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറി ഹൈദരാബാദിലാണ് വാക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു വാക്കൻസിയാണ് ഇവിടെ ഉള്ളത്. പേ സ്കെയിൽ ആസ് പെർ 7th CPC ലെവൽ 8 ആണ്. ഏജ് വരുന്നത് URന് 30 ഇയേഴ്സ് ആണ്. ഈ നോട്ടിഫിക്കേഷനിൽ മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത് MPharm ആണ്. എക്സ്പീരിയൻസ് 4 വർഷം ഇൻ ഡ്രഗ് ടെസ്റ്റിംഗ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് റിസർച്ചിൽ ഉണ്ടായിരിക്കണം. ഓൺലൈൻ ആപ്ലിക്കേഷൻസ് 12/7/2025 തൊട്ട് UPSCയുടെ വെബ്സൈറ്റിൽ നിന്ന് അയക്കാൻ പറ്റുന്നതാണ്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 31/7/2025 ആണ്. വിശദമായ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് upsconline.gov.in എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി അടുത്തൊരു അഡ്വർടൈസ്മെൻറ്റിലെ വാക്കൻസി നോക്കാം. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 08/2025 ആണ്. ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ടോക്സിക്കോളജി ഇൻ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറീസിൽ ഒരു വാക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പേ സ്കെയിൽ ലെവൽ 7 ആസ് പെർ 7th CPC ആണ്. ഏജ് URന് 30, PWBDSന് 40. എസെൻഷ്യൽ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MPharm ഇൻ ഫാർമക്കോളജി ഓർ ഫാർമസി ആണ്. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ റിസർച്ച് ആൻഡ് അനലിറ്റിക്കൽ വർക്ക് ഇൻ ദ ഫീൽഡ് ഓഫ് ടോക്സിക്കോളജി ഇൻ എനി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ അത്യാവശ്യമായിട്ടുണ്ട്. ഓൺലൈൻ സബ്മിഷൻ 28/6/2025 തുടങ്ങി. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 17/7/2025 ആണ്. ഇതുപോലത്തെ പുതിയ ഫാർമസി റിലേറ്റഡ് അപ്ഡേറ്റ്സിനായി ഫോളോ ആൻഡ് സ്റ്റേ ട്യൂൺ വിത്ത് ഫാർമ കിഡ്.